നമസ്കാരം. ആൻസി, നടി മോഹിനിയെ അറിയാലോ അല്ലേ? വളരെ ഫേമസ് ആണ്. പഞ്ചാബി ഹൗസിലെ ആ കണ്ണുകളെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പരിണയം, ഗസൽ, നാടോടി, ഈ സിനിമകൾ മാത്രം മതി ആ ഒരു നടിയെ നമുക്ക് ഓർമ്മിക്കാം. പക്ഷേ എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലും ഈ മോഹിനിയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൂച്ച കണ്ണുകളിലെ കുട്ടിത്തം നിറഞ്ഞ വശ്യമായ ആ മുഖവും ഒരു കാലത്ത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ പ്രേക്ഷകരെയും ആകർഷിച്ച ഒരു മുഖം തന്നെയാണ്. നമ്മുടെ 90s കിഡിന്റെ ഒരു നൊസ്റ്റാൾജിയാണ് നടി മോഹിനി. പക്ഷെ ഈ മഹാലക്ഷ്മി ശ്രീനിവാസൻ എന്നായിരുന്നു ആ നടിയുടെ യഥാർത്ഥ പേര്. പിന്നെ സിനിമയിലേക്ക് വന്നപ്പോഴാണ് ഇത്തരത്തിൽ മോഹിനി എന്നൊരു പേരിലേക്ക് അവർ മാറിയത്. അപ്പോൾ ഈ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിലൊക്കെ തന്നെ ഒരുപോലെ നിലനിൽക്കുക എന്നൊക്കെ പറയുന്നത് നടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നായികമാരെ സംബന്ധിച്ചിടത്തോളം വളരെ റെയറാണ്. പക്ഷെ അത് ഈ നായികയെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കരിയറിന്റെ മുന്നിനെ നിൽക്കെ തന്നെ ഭരതിനെ വിവാഹം കഴിച്ച് അമേരിക്കയിലൊക്കെ സെറ്റിൽഡ് ആകുന്നു. 2 ആൺമക്കളാണുള്ളത്. അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ലൈഫായിരുന്നു, ഒരു ദാമ്പത്യമായിരുന്നു ഇവരുടേത്. പിന്നീട് ഇവരൊരു വിഷാദത്തിലേക്ക് വീണു തുടങ്ങിയതായിട്ടാണ് പറയുന്നത്. ജീവിതത്തിൽ ഈ ഒരു കടുത്ത വിഷാദം ബാധിച്ച് 7 തവണ ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ നടി മോഹിനി ഇപ്പോൾ. അതെ, തീർച്ചയായിട്ടും 7 തവണയൊക്കെ ആത്മഹത്യക്ക്. അതും നമ്മളിപ്പോൾ വിചാരിക്കും ഈ സിനിമാ താരങ്ങൾക്ക് എന്താണ്, അവർക്ക് സൗന്ദര്യമുണ്ട്, പണമുണ്ട്, ഫേമസ് ആണ്, ഫെയിമുണ്ട്, അപ്പോൾ അവരെന്തിനാ ആത്മഹത്യക്ക് ശ്രമിക്കണം? അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ, അവർക്കെല്ലാം നിറഞ്ഞു നിൽക്കില്ല. അങ്ങനെ ഒരു ചിന്ത നമ്മൾക്ക് സാധാരണ മനുഷ്യർക്കൊക്കെ ഉണ്ടാകും. പക്ഷേ എല്ലാ മനുഷ്യരെ പോലെ അവർ മനുഷ്യരാണ്, അവർക്കുണ്ട് പ്രശ്നങ്ങൾ. ഇപ്പം ഈ മോഹിനിയുടെ കാര്യം എടുത്താൽ തന്നെ 7 വട്ടമാണ് മോഹിനി ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതായത് ഈ ഭർത്തൃ വീട്ടുകാർ തനിക്കെതിരെ കൂടോത്രം ചെയ്തു, അത് തന്നെ വിഷാദത്തിലേക്ക് തള്ളിയിട്ടു. അപ്പോൾ അവർ സിനിമാ ഒരു ഇന്റർവ്യൂവിന് നൽകിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഭർത്തൃ വീട്ടുകാർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മോഹിനി ഉന്നയിച്ചത്. പിന്നെ ഈ വിവാഹശേഷം ഭർത്താവും മക്കളുമായിട്ട് സുഖമായിട്ട് എല്ലാവരെയും പോലെ കഴിയുന്നു. പക്ഷെ പെട്ടെന്നൊരു കാരണമില്ലാതെയാണ് മോഹിനി ഈ വിഷാദത്തിലേക്ക് വീണത്. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്നു, എന്നിട്ടും ജീവിതം മടുത്ത ഒരവസ്ഥ. നമ്മൾ പ്രധാനമായിട്ടും പറയും പണമുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 90% നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് പറയും. പക്ഷേ അത് പണം മാത്രമല്ല എന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു സംഭവമാണിത്. വിഷാദം, പണമുണ്ട്, സൗന്ദര്യമുണ്ട്, ഫെയിമുണ്ട്, എല്ലാം ഉണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, പക്ഷെ പെട്ടെന്നൊരു വിഷാദം വന്ന് ജീവിതം അടുത്തു പോയൊരവസ്ഥ. അങ്ങനെയാണ് താൻ 7 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് മോഹിനി പറയുന്നത്. അപ്പോൾ തന്നെ കാണാനെത്തിയ ജോത്സ്യരാണ് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ ചിരിച്ച് തള്ളി. അപ്പോൾ ആര് കൂടോത്രം ചെയ്യാനാണ്, എന്ത് സംഭവിക്കാനാണ്? ആ രീതിയിൽ അന്നത്തെ കാലത്ത് ഇത്രയും സിനിമയിലേക്ക് നിൽക്കുന്നു. അപ്പോൾ കൂടോത്രമൊക്കെ എന്ന് പറയുമ്പോൾ തമാശയായിട്ട് വിചാരിച്ചു, അത് ചിരിച്ച് തള്ളി മോഹിനി. പക്ഷേ കൂടോത്രം എന്ന് പറഞ്ഞാൽ നമ്മളും ചിരിച്ചു തള്ളി. പക്ഷേ ഇത്രയും ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ആ തമാശ എന്ന് കരുതി നമ്മൾ ചിന്തിച്ച ആ ഒരു കാര്യം യാഥാർത്ഥ്യമായിരിക്കാം എന്ന് ചിന്തിക്കുന്നത്. അത് തന്നെയാണ് ഈ പറയുന്ന മോഹിനി ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടോത്രത്തിൽ വിശ്വാസം ഉണ്ടോ? കൂടോത്രത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന തന്നെയായിരിക്കാം അതൊക്കെ ചെയ്യുന്നത്. അതെ, അപ്പൊ ഈ കൂടോത്രം ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു നെഗറ്റീവ് ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള ഒരു പോരാട്ടമുണ്ട്. അപ്പോൾ കൂടോത്രം അത് അവരോട് ഉണ്ട്, അതായത് അന്യർക്കെതിരെ മോശമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ അത് എത്രത്തോളം നമുക്ക് മോശമായിട്ട് വരുമെന്നത് നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇനി മോഹിനിയുടെ കാര്യത്തിലേക്ക് വന്നാൽ മോഹിനി അത് ചിരിച്ച് തള്ളി. പക്ഷേ പിന്നീട് അത് മോഹിനിക്കത് സത്യമാണെന്ന് തോന്നുമായിരുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും സന്തോഷത്തോടെ ജീവിച്ചപ്പോൾ പെട്ടെന്ന് എല്ലാം ജീവിതം അടുക്കുന്നു, എല്ലാം താറുമാറാകുന്നു, ഇത്ര 7 വട്ടം ആ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ മോഹിനി സ്വയം ചോദിക്കുകയാണ്, അപ്പോൾ എന്തോ തനിക്ക് സംഭവിച്ചു ഇതിനിടയിൽ, അല്ലെങ്കിൽ തനിക്കെതിരെ ആരോ എന്തോ ചെയ്തു എന്നൊരു ചിന്ത മോഹിനിയിലേക്ക് വരുന്നു. ഈ ഭർത്താവിൻ്റെ ബന്ധുവായ സ്ത്രീയാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു ദുർമന്ത്രവാദം ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. പിന്നീട് എങ്ങനെ ഇവരിത് ഓവർകം ചെയ്തു? ഇപ്പോൾ 7 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു വ്യക്തി, അവരുടെ മനസ്സെന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് യേശുവിനെ അവർ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ തൊട്ട് എന്നാണ് അവർ സാക്ഷ്യം അതവർ പറയുന്നത്. വലിയ ഒരു സാക്ഷ്യമായ ഒരു കാര്യമായിരുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് തന്നെ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയതെന്ന് മോഹിനി തന്നെ തൻ്റെ ജീവിതത്തിലൂടെ വിളിച്ചു പറയുന്നുണ്ട്. മാത്രമല്ല തനിക്ക് മുന്നോട്ട് പോകാൻ കരുത്തായതും ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്.
സമയത്താണ് ക്രിസ്തു തന്നെ രക്ഷിച്ചു, അതായത് യേശു ക്രിസ്തു തന്നെ രക്ഷിച്ചു, തന്നെ ആ വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷിച്ചു എന്ന് മോഹിനി തന്നെ പറയുകയുണ്ടായി. ഈ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതാണ് മോഹിനി. 2006 ക്രിസ്തു മതം, അതായത് യേശു ക്രിസ്തുവിനെ, ക്രിസ്തു മതം എന്നതിലുപരി യേശുവിനെ സ്വീകരിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. യേശുവിനെ സ്വീകരിക്കുന്നു, തുടർന്ന് വിശ്വാസം പിന്തുടരുന്നു, യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. ഇപ്പോൾ വളരെ സമാധാനമാണ്, സന്തോഷമാണ്. ആ ഒരു ആത്മഹത്യാ ചിന്തയിൽ നിന്നൊക്കെ മോഹിനി രക്ഷപ്പെട്ടു എന്നതടക്കമുള്ള വെളിപ്പെടുത്തൽ മോഹിനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതെ, വാസ്തവത്തിൽ ഈ മോഹിനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. കടുത്ത വിഷാദം അലട്ടുന്നു എന്ന് മാത്രമാണ് അവർ മനസ്സിലാക്കിയത്. അപ്പൊ അത്രയൊരു മാനസികാവസ്ഥയിലേക്ക് പോകാൻ തക്ക വിപരീതമായ അനുഭവങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായിട്ടില്ലതാണ്. പക്ഷെ എന്നിട്ടും അവർ മനസ്സുമെടുത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു, അതും 7 തവണ. അപ്പോൾ അത് ഫലപ്രാപ്തിയിലല്ല എന്ന് കണ്ട് കൂടുതൽ നിരാശയിലേക്ക് പോവുകയും ചെയ്തു. അതായത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അതൊട്ട് നടക്കുന്നുമില്ല. അത് ഓർത്തുകൊണ്ടും അവർക്ക് നിരാശ അനുഭവപ്പെടാൻ തുടങ്ങി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ കുറച്ചു നാൾക്ക് മുൻപ് തന്നെ നമുക്കറിയാം, ഇവർ വിവാഹമോചിതയായി എന്ന മട്ടിലൊക്കെ ചില വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. ഇത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു ഫാമിലി ഫോട്ടോ സഹിതം പിന്നീട് ഒരു പോസ്റ്റ് ഇടാം എന്നൊക്കെ ഇവരുടെ മാനേജർ അടക്കം ഒരു അഭിപ്രായമൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, വേണ്ട, നമ്മളായിട്ട് ആരെയും ബോധ്യപ്പെടുത്താനൊന്നും നിൽക്കണ്ട, സത്യവിരുദ്ധമായ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ അതിനെല്ലാം മറുപടി പറയേണ്ട കാര്യമുണ്ടോ, ഗോസിപ്പുകളൊക്കെ കേട്ട് ടെൻഷൻ അടിക്കുന്ന കൂടുതലുള്ള ഒരു ആളല്ല ഈ മോഹിനി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആളുകൾ ഇപ്പോഴും തന്നെ ഓർക്കുന്നത് കൊണ്ടാണ് തന്നെക്കുറിച്ച് നെഗറ്റീവ് വാർത്തകളൊക്കെ പ്രചരിക്കുമ്പോൾ പോലും അത്തരത്തിൽ അവർ അതിനെ ഭയങ്കരമായി കാണുന്നത്, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് വരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, ഈ ലോകത്ത് നല്ലൊരു ശതമാനം ആളുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയായിട്ടും ഇത്തരത്തിൽ ഈ പ്രമുഖരുടെയൊക്കെ ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഒരു മാനസികാരോഗ്യം ചർച്ചയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് 265 മില്യൺ ആളുകളാണ് ഇത്തരത്തിലൊരു വിഷാദ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നത്. ശരിക്കും ഈ കോവിഡ് രോഗത്തെക്കാൾ വലിയൊരു എപ്പിഡമിക് ആണ് ഈ ഒരു വിഷാദം എന്ന് പറയുന്ന ഒരു സിംറ്റംസ്. അപ്പോൾ വ്യക്തികളുടെ ആകമാനമുള്ള പ്രവർത്തികളെ സാരമായി ബാധിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും വേണ്ട ഒരു പരിചരണം ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. ഈ മാനസിക രോഗങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ, മാനസിക രോഗികളുടെ സമൂഹം കാണിക്കുന്ന അവജ്ഞ, വേണ്ട വിദഗ്ധ ആരോഗ്യ സംവിധാനങ്ങളുടെ കുറവ്, ഇവയൊക്കെ സഹായം തരുന്നതിന് താമസമാകാം. അപ്പോൾ നമുക്കൊരു കുറച്ച് ഡീപ്പായിട്ട് ഇതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. അപ്പോൾ എന്താണ് ആദ്യം വിഷാദ രോഗം എന്നൊന്ന് നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് ഒന്ന് ആദ്യം എത്തിക്കാം. അതായത് ഒരു മനുഷ്യനാണെങ്കിൽ ഉറപ്പായിട്ട് വിഷാദം ഉണ്ടാകും. അതൊരു രോഗാവസ്ഥയിലേക്ക് എപ്പോൾ പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ മനുഷ്യന്റെ വികാരങ്ങൾ, ചിന്തകൾ, അവയെ ബാധിക്കുന്ന ഒരു മാനസിക രോഗാവസ്ഥയാണ് വിഷാദം അഥവാ ഡിപ്രഷൻ എന്ന് പറയുന്നത്. മെലാൻകോളി എന്ന പേരിൽ പണ്ട് മുതലേ ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ അവസ്ഥ ഒരു 15 മുതൽ 20% ആളുകളെയാണ് ബാധിക്കുന്നത്. പിന്നെ എന്താണ്, ഒരു സ്ഥായിയായ സങ്കടം ഉണ്ടാകും, ഒന്നിനോടൊരു താല്പര്യം ഉണ്ടാകില്ല, ചിലപ്പോൾ കാര്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കും അവരുടെ മനസ്സായിരിക്കും. ഒന്നും ചുറ്റും നടന്ന്, ഇപ്പോൾ ഒരു ഐസ്ക്രീം, സിമ്പിൾ ഉദാഹരണം എടുത്താൽ നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുന്നത് നമ്മൾ ഇഷ്ടമുള്ള സാധനം നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നതാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് അതുപോലൊരു സന്തോഷമുള്ള കാര്യമായിരിക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. എന്തൊക്കെയാണ് വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം. സ്ഥായിയായ സങ്കടം, അതായത് എപ്പോഴും സങ്കടമായിരിക്കും, മുഖം മുഴുവൻ സങ്കടത്തിലായിരിക്കും ഇരിക്കുന്നത്, അതൊരു ലക്ഷണമാണ്. അത് മാത്രമല്ല, ഈ ഒരു സങ്കടം ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന സങ്കടത്തിലുപരി ഇത് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന സങ്കടമായിരിക്കും. മാത്രമല്ല, അറിയാതെ കരച്ചിൽ, ചില സമയത്ത് കരഞ്ഞു പോകുന്നു, എപ്പോഴും വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരു വിഷാദ രോഗത്തിൻ്റെ ലക്ഷണമാണ്. പിന്നെ പണ്ട് ആസ്വദിച്ച് ചെയ്തിരുന്ന പല കാര്യങ്ങളും സന്തോഷം നൽകാതാവുന്നു, സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ പൊതുവെയുള്ള താല്പര്യം നഷ്ടപ്പെടുന്നു, എപ്പോഴും ക്ഷീണം, തകർച്ച തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ വിശപ്പ് കുറയുന്നു, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ശരീരഭാരം കുറയുന്നു, ചിലരിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലം, അതുകൊണ്ട് ശരീരഭാരം കൂടുന്ന അവസ്ഥ. 2 തരത്തിലുണ്ട്. ചിലർക്ക് വിഷമം വന്നാൽ ഫുഡ് കഴിക്കണം, ചിലർ ഫുഡ് കഴിക്കില്ല, അങ്ങനെ 2 ടൈപ്പുണ്ട്. പിന്നെ ഉറക്കം കുറയുന്നത്, അതായത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു, ഉറക്കം വരുന്നില്ല, ഉറക്കം പലതവണ മുറിഞ്ഞു പോകുന്നു. പിന്നെ രാവിലെ നേരത്തെ ഉറക്കം ഉണരുന്നു, ഉണർന്നാൽ വീണ്ടും ഉറക്കം വരാതിരിക്കുന്നു, നല്ലപോലെ ഉറങ്ങിയാലും തൃപ്തി കിട്ടാത്ത അവസ്ഥ. ചിലരിൽ ഉറക്കം കൂടുതലായിരിക്കും, അപ്പോൾ പകലും കൂടുതൽ സമയം കിടന്നുറങ്ങുന്നു. ഇതെല്ലാം വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്കിനി ഭാവിയില്ല, എൻ്റെ മുന്നിൽ വേറെ ഒന്നുമില്ല എന്ന നെഗറ്റീവ് ചിന്തകൾ മുന്നിൽ വന്ന് നിൽക്കും. പിന്നെ എന്തോ ഒരു കുറ്റമില്ലെങ്കിൽ പോലും എന്തോ ഒരു
കുറ്റബോധം നമ്മളെ വേട്ടയാണ്. ഇതൊക്കെ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. മാത്രമല്ല ശ്രദ്ധക്കുറവ്, തീരുമാനം എടുക്കാനുള്ള കഴിവ് കുറയുന്നു. പിന്നെ എപ്പോഴും മരണത്തെക്കുറിച്ചും എങ്ങനെ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്ത ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരും. ഇതും വിഷാദ രോഗത്തിൻ്റെ ലക്ഷണമാണ്. പിന്നെ ഈ കുട്ടികളിൽ പഠനത്തിൽ ശ്രദ്ധ കുറവ്, ഉറക്കക്കുറവ്, ദേഷ്യം, വിശപ്പ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുക അല്ലെങ്കിൽ ലഹരി ഉപയോഗം തുടങ്ങുക, ഇതെല്ലാം വിഷാദ രോഗത്തിന്റെ തുടക്കമായിരിക്കും. ഇനി നമുക്ക് ഈ പ്രായമായവരിലാണെങ്കിൽ ഈ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും, ഓർമ്മക്കുറവുണ്ടാകും, വിശപ്പ് കുറവ്, ആത്മഹത്യ, ചിന്തകൾ, ദേഷ്യം ഒക്കെ ഒരു ലക്ഷണമായിട്ട് വരാം. ഈ കൂടുതൽ സമയമൊക്കെ ഒറ്റയ്ക്കിരിക്കാനായിരിക്കും അവർ ഇഷ്ടപ്പെടുക. കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കുക, എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല തുടങ്ങിയ അത്തരത്തിലുള്ള സംസാര രീതി. പിന്നെ ജോലി സ്ഥലത്തും പഠനത്തിലും പ്രശ്നങ്ങളുണ്ടാകും, ലഹരി ഉപയോഗം, ഇതൊക്കെ വിഷാദത്തിന്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ തുടർച്ചയായി 2 ആഴ്ചകളെങ്കിലും നീണ്ടു നിൽക്കുകയും അയാളുടെ വ്യക്തി ജീവിതത്തെയും സാമൂഹിക കുടുംബ ജീവിതത്തെയും ഒക്കെ ബാധിക്കാൻ തുടങ്ങിയാൽ അത് വിഷാദത്തിന്റെ സൂചനയാണ്. മാത്രമല്ല കടുത്ത വിഷാദരോഗമുള്ളവരിൽ ഇല്ലാത്ത ശബ്ദങ്ങളും കാഴ്ചകളും കേൾക്കുന്ന അവസ്ഥയുണ്ടാകും, തെറ്റായ ധാരണകൾ ഉണ്ടാകും. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. പൊതുവേ 3ആയി ഇതിനെ തിരിക്കുന്നു. ജൈവികം, ഒന്നാമത്തെ കാരണം ജൈവികമാണ്. അതായത് ഈ കുടുംബങ്ങളിലും ഇരട്ടകളിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ നോക്കുമ്പോൾ ജനിതകപരമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 50 മുതൽ 70% ആളുകളിൽ വിഷാദം വരാനുള്ള സാധ്യത ജനിതകമായി തന്നെ കിട്ടുന്നുണ്ട് എന്നതാണ്. തലച്ചോറിലെ നാഡീരസം, അവയ്ക്ക് പ്രവർത്തിക്കാനുള്ള റിസപ്റ്റേഴ്സ്, ഇവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ജീനുകൾ, ഇവയിലാണ് പ്രശ്നങ്ങൾ ഈ ഒരു ജനിതകമായിട്ട് കിട്ടാനുള്ള സാധ്യതയുള്ളത്. പിന്നെ ഈ തലച്ചോറിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന നാഡീരസങ്ങളായ സീറോട്ടോണിൻ, ഡോപ്പമിൻ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളുള്ള ഏറ്റക്കുറച്ചിലുകളും ഇത്തരത്തിലൊരു വിഷാദത്തിലേക്ക് നയിക്കാൻ കാരണമാകും. മാത്രമല്ല ഈ കാരണങ്ങൾ കൊണ്ട് തലച്ചോറിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾക്കും ചിന്തകളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾക്കും വിഷാദ രോഗമുള്ളവരിൽ വ്യത്യാസമുണ്ട് കേട്ടോ. മാത്രമല്ല ഇവയോടൊപ്പം ഉറക്കം, വിശപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗങ്ങൾക്കും മാറ്റങ്ങളുണ്ടാകും. ഇനി നമുക്ക് മനഃശാസ്ത്രപരമായിട്ടുള്ള, ഒന്ന് ജൈവികമായ കാരണം, 2 മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ. അതായത് ചെറുപ്രായത്തിലെ ജീവിതാനുഭവങ്ങൾ. ഇപ്പോൾ എല്ലാവർക്കും ജീവിതം ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്ക് സന്തോഷമായിരിക്കും, ചിലർക്ക് ദുഃഖത്തിലായിരിക്കും വളർന്നു വരിക. അപ്പോൾ ചെറുപ്രായത്തിലെ ജീവിതാനുഭവങ്ങൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന രീതികൾ, മാതാപിതാക്കളുടെ അവരോടുള്ള പെരുമാറ്റം, വ്യക്തിത്വത്തിലുള്ള പ്രത്യേകതകൾ, ചിന്താരീതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സാമൂഹികമായിട്ടുള്ള കഴിവുകളുടെ കുറവ്, ഇവയെല്ലാം വിഷാദത്തിലേക്ക് നയിക്കാറുണ്ട്. അപ്പോൾ പണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനാണെങ്കിൽ കുഞ്ഞിൽ എനിക്ക് പാട്ട് പാടാനൊക്കെ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ പള്ളിയിൽ പാട്ടൊക്കെ പാടി, ഞങ്ങൾ 3 പേര് പാടി, 2 പേർക്കും പ്രൈസ് കിട്ടി, എനിക്ക് പ്രൈസൊന്നും കിട്ടില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ പാട്ടെന്ന് പറയുന്ന സംഭവം എൻ്റെ നാവിലെടുത്തിട്ടില്ല. ഞാൻ പാട്ട് പാടേണ്ട അങ്ങനെ ഒരു ഭയങ്കര വിഷമം. അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ അങ്ങനത്തുള്ള അതൊക്കെ ഒരു കഴിവ് നമുക്കില്ല, അല്ലെങ്കിൽ നമ്മൾ കഴിവ് കെട്ടവരാണ് എന്നൊരു ചിന്ത വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള കുഞ്ഞു മനസ്സുകളെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കും. മാത്രമല്ല ഈ സാമൂഹിക സാഹചര്യങ്ങളുണ്ടല്ലോ, നമ്മൾ മോശം ജീവിതാനുഭവങ്ങൾ, നമ്മൾ പലപ്പോഴും പല രീതിയിലുള്ള മോശം അനുഭവങ്ങളായിരിക്കും നമ്മൾ നേരിടുന്നത്. അതുമാത്രമല്ല ബന്ധങ്ങളിലുണ്ടാകുന്ന തകർച്ച, പ്രണയ നൈരാശ്യമായാലും, ഇപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധമായാലും, മക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു തകർച്ച, ഇതൊക്കെ വിഷാദ രോഗത്തിലേക്ക് നയിക്കും. പിന്നെ ജീവിതത്തിലെ പരാജയങ്ങൾ, അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ മരണം, ജോലിയിലും പഠനത്തിലുള്ള പിന്നോട്ട് പോകൽ, ലഹരി ഉപയോഗം, ഇവയൊക്കെ നമ്മളെ വിഷാദത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഈ ജോലി ചെയ്യുന്നവർ, ജോലിയിൽ നമുക്കൊരു ടാർഗറ്റൊക്കെ ഉണ്ടാകും. അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളെ ഒരു വിഷാദത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കി അത്തരത്തിലുള്ള രോഗത്തിലേക്ക് പോകാതെ അതിനെ ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. പിന്നെ അടുത്തൊരു കാരണം ഡിമെൻഷ്യ, തൈറോയ്ഡ് രോഗാവസ്ഥകൾ, ഈ പാർക്കിൻസോണിസം, ഹൃദ്രോഗങ്ങൾ, ലഹരി ഉപയോഗം, ഡയബറ്റീസ്, ഈ രോഗാവസ്ഥ ഉള്ളവർക്കൊക്കെ വിഷാദ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഡയബറ്റീസ് അത് മിക്കവർക്കും കാണുന്ന രോഗമാണ് ഡയബറ്റീസ്. അങ്ങനെയുള്ളവർക്ക് വിഷാദ രോഗത്തിന് സാധ്യത കൂടുതലാണ്. ഡിമെൻഷ്യ, തൈറോയിഡ് രോഗം, പാർക്കിൻസോണിസം, ഈ അവസ്ഥകൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് തന്നെ വിഷാദ ലക്ഷണങ്ങളോടുകൂടി ആയിരിക്കാം. അപ്പോൾ ഇനി ഈ വിഷാദം പലതരത്തിലുണ്ടോ എന്നത്, പ്രധാനമായും വിഷാദം 2 രീതിയിൽ പ്രത്യക്ഷപ്പെടാം. ഒന്ന് യൂണിപോളാർ ഡിപ്രഷൻ, അതായത് മേജർ ഡിപ്രസീവ് ഡിസോർഡർ. ഈ ലക്ഷണങ്ങൾ പ്രധാനമായും കാണുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞിരിക്കുന്ന
അതായത് ഈ യൂണിപോളാർ ഡിപ്രഷൻ, അത് മുകളിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും. അത് മാത്രമല്ല ഇത് ഒരിക്കൽ മാത്രം വരികയോ വീണ്ടും വീണ്ടും വരികയാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെയുള്ളത് ബയോപോളാർ ഡിപ്രഷനാണ്. ഉന്മാദ വിഷാദ രോഗത്തിന്റെ ഭാഗമായി മാറി വരുന്ന അവസ്ഥ. ചിലപ്പോൾ ഉന്മാദ അവസ്ഥ, ആ അവസ്ഥ മാറിയതിനു ശേഷം വേറൊരു സമയത്ത് വിഷാദാവസ്ഥ, ഇങ്ങനത്തെ ഒരു സാഹചര്യം. പിന്നെ ഇത്തരക്കാല വിഷാദ രോഗം കൂടുതൽ കടുപ്പമേറിയതായിരിക്കും, ആത്മഹത്യാ സാധ്യത കൂടുതലുള്ളതുമായിരിക്കും. മാത്രമല്ല ഗർഭാവസ്ഥയിലെ വിഷാദം, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വിഷാദ ലക്ഷണങ്ങൾ തുടങ്ങിയ അവസ്ഥയും ഉണ്ടാകും. ഇപ്പോൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനൊക്കെ പലരും തിരിച്ചറിയാൻ വൈകുന്നു. അതായത് ഈ ഗർഭിണിയായി അവര് പ്രസവിച്ച ശേഷം അവർക്ക് പെട്ടെന്ന് അനുഭവം ഉണ്ടാകുമെന്ന് തോന്നുന്നു. അതായത് പെട്ടെന്ന് ചില കാര്യങ്ങളിലൊക്കെ അത് അവർക്കിത് വിചാരിക്കുക എന്തായി സംഭവിക്കണ, ഈ കുഞ്ഞിന് ജന്മം കൊടുത്തതിന് ശേഷം എന്താണ് സംഭവിച്ചത്, ശരിക്കും അത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ അപകടം. അതായത് കുടുംബങ്ങളിൽ പോലും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അത് അവർക്കുള്ള ആ ഒരു അറിവ് കുറവ് കൊണ്ടായിരിക്കാം. സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ തള്ളാറുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മുടെ കാലഘട്ടങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പല രോഗാവസ്ഥകൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഇപ്പോൾ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പം കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ ലോകം അങ്ങ് മാറി മറിയുകയാണ്. ഉറക്കമില്ലായ്മ, മെയിനായിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനായിരുന്നാലും മെന്റലി സ്ട്രെസ് വരും. അയാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തലതിരിച്ചായിരിക്കും പിന്നീട് ചെയ്യുന്നത്. അതൊക്കെ തന്നെയാണ് ഒരു കുഞ്ഞാവുമ്പോൾ ആ കുഞ്ഞ് ചിലപ്പോൾ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് ആയിരിക്കില്ല ഈ പറയുന്ന അമ്മയുടെ ആ ഒരു ഉറക്കാവസ്ഥ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഉറക്കം ശരിയാകാതിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു ഡിപ്രഷൻ വരും. പിന്നെ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല എന്നൊരവസ്ഥ, തന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, തൻ്റെ കൂടെ ആരുമില്ല എന്നൊക്കെ കണ്ടുകൊണ്ട് ഇത്തരത്തിലൊരു ഡിപ്രഷനൊക്കെ കയറി വരാം. അത്തരത്തിലൊരു സൂയിസൈഡ് പോലും നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷാദ സാധ്യത കൂടുതലുള്ളത് ആരാണെന്നും കൂടെ നമുക്കൊന്ന് ചോദിക്കേണ്ടി വരും. നോക്കാം. കുടുംബത്തിൽ മാനസിക രോഗാവസ്ഥ ഉള്ളവർക്ക് വിഷാദ സാധ്യത കൂടുതലാണ്. മുൻപ് വിഷാദ രോഗം ഉണ്ടായിട്ടുള്ളവർക്കും വിഷാദ സാധ്യത കൂടുതലാണ്. തുടർച്ചയായിട്ടുള്ള ലഹരി ഉപയോഗമുള്ളവർക്കും വിഷാദ സാധ്യത കൂടുതലാണ്. ഗുരുതരമായ രോഗാവസ്ഥകൾ ബാധിച്ചവർ, തൈറോയ്ഡ് രോഗാവസ്ഥകളുള്ളവർ, അടുത്ത ജീവിതത്തിൽ കടുത്ത പരാജയമോ നഷ്ടമോ നേരിട്ടവർ, കുടുംബപരവും സാമൂഹികമായ പിന്തുണ കുറവുള്ളവർ, സാമൂഹികമായി ഒറ്റപ്പെട്ട് കഴിയുന്നവർ, മതപരവും സാമൂഹികപരമായ ന്യൂനപക്ഷങ്ങളിലുള്ളവർ, മാത്രമല്ല ഇങ്ങനെയുള്ളവർക്കൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ബന്ധുക്കൾക്കും ഈ അടുത്തുള്ളവർക്കും ഒക്കെ ഈ വിഷാദമുണ്ട് അല്ലെങ്കിൽ അവരിലെ ആ ഒരു ലക്ഷണമൊക്കെ എങ്ങനെ തിരിച്ചറിയാം, അതിനെ കുറിച്ചൊന്ന്. അതായത് ഈ പലപ്പോഴും വിഷാദ രോഗം തിരിച്ചറിയപ്പെടാതെ പോകും. ചിലപ്പോൾ സ്വയമേ തിരിച്ചറിയപ്പെടാതെ പോകും, മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ പോകും. സ്വയം തിരിച്ചറിയുക, അതിനോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മളും കൂടി ഒന്ന് വീക്ഷിക്കുക. പലപ്പോഴും വിഷാദ രോഗം തിരിച്ചറിയപ്പെടാതെ പോവുകയും വളരെ മോശം സാഹചര്യങ്ങൾ എത്തിയതിനു ശേഷം കണ്ടെത്തുകയും ചെയ്യാറുണ്ട്. നമ്മുടെ ചുറ്റും ശ്രദ്ധിച്ചാൽ ഈ വിഷാദ ലക്ഷണങ്ങൾ ജീവിക്കുന്നവരെ കാണാൻ സാധിക്കും. ഉള്ളവരുണ്ട്, നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. കൂടുതൽ നേരം വിഷമിച്ച് കാണുന്നവർ, ഒതുങ്ങി നിന്ന് കരയുന്നവർ, പെട്ടെന്ന് സ്വഭാവത്തിൽ മാറ്റങ്ങൾ കാണിക്കുന്നവർ, ശരീരത്തിൽ ഭാരം പെട്ടെന്ന് കുറയുന്നവർ, ഉറക്കവും വിശപ്പും കുറഞ്ഞവർ, എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, പഴയതുപോലെ കൂട്ടുകാരോടൊത്ത് സമയം ചെലവഴിക്കാൻ താല്പര്യം കാണിക്കാത്തവർ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ, അതിനെക്കുറിച്ച് എപ്പോഴും പറയുന്നവർ, സ്വയം അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവർ, ഇതുപോലെ സ്ഥലത്തും പഠിക്കുന്നിടത്തും കൂടെ വീഴ്ചകൾ വരുത്തുന്നവർ, പലതും ശ്രദ്ധിക്കാതിരിക്കുന്നവർ, ഇവയൊക്കെ വിഷാദത്തിന്റെ ലക്ഷണങ്ങളാവാം. നമ്മൾ അവരോട് പിന്തുണയോടെ സംസാരിക്കാൻ തയ്യാറായാൽ അവർ പലപ്പോഴും ഈ വിഷമങ്ങൾ പങ്കുവയ്ക്കും. അപ്പോൾ ഈ വിഷാദത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അതും കൂടെ ഒന്ന് നമ്മൾ പറയണം. കൃത്യമായി കണ്ടെത്താതിരിക്കുന്നതും ആവശ്യമായ പരിചരണം നൽകാതിരിക്കുന്നതും വലിയ രീതിയിലുള്ള സങ്കീർണതയിലേക്ക് നയിക്കും. ആത്മഹത്യയും അതുപോലെ തന്നെ ഈ ആത്മഹത്യാ പ്രവണതയുമാണ് പ്രധാനപ്പെട്ട സങ്കീർണത. അതായത് വിഷാദരോഗം അടുത്ത സ്റ്റെപ്പ് ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടും. വിഷാദ ലക്ഷണങ്ങളുള്ളവരിൽ ഏകദേശം 50% നടത്താറുണ്ടെന്നും ഈ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്താറുണ്ട്. ഇതിൽ ഏകദേശം ഒരു 10 മുതൽ 15% വരെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാറുണ്ട്. അവർ ആത്മഹത്യ ചെയ്യും. ഇപ്പോൾ മോഹിനിയെ സംബന്ധിച്ചാണെങ്കിൽ 7 തവണ ശ്രമിച്ചു, പക്ഷേ എന്തോ ഒരു ഫാക്ടർ അവരെ പിടിച്ചു നിർത്തി, മരണത്തിന് വിട്ടുകൊടുത്തില്ല. മറ്റു ചിലരാകട്ടെ മരിക്കും. വളരെ നേരത്തെ രോഗം കണ്ടെത്തേണ്ടതും ആവശ്യമായ ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമായിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചുറ്റുമുള്ളവരെ ഒന്ന് വീക്ഷിക്കുക, സ്വയം ഒന്ന് ചിന്തിക്കുക, വിഷാദ രോഗത്തിലേക്ക് നമ്മൾ പോകുന്ന ഘട്ടത്തിലാണോ എന്ന് ചിന്തിക്കുക. പക്ഷേ
നമുക്ക് അറിയാം ഇതൊരു അതിസങ്കീർണമായ ഒരു ഘട്ടമാണ്. അപ്പൊ ഇതിനൊരു സഹായം അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? അതായത് കൃത്യമായി പരിശീലനം കിട്ടിയ മാനസികാരോഗ്യ വിദഗ്ധരെ സമീപിക്കുക. തീർച്ചയായിട്ടും കൗൺസിലിംഗ് ഒക്കെ ഒരുപാടുണ്ട്. പലർക്കും ഒരു മടിയാണ് ഈ കൗൺസിലിങ്ങിനൊക്കെ പോകുക. അതായത് ഞാനൊരു മാനസിക രോഗിയാണോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിന് രോഗമുണ്ടോ, അത് കൗൺസിലിംഗ് പോകുന്ന എന്തൊരു കുറച്ചിൽ പോലെയൊക്കെ കരുതുന്നവരുണ്ട്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാം എല്ലാവരോടും പറയാൻ പറ്റും. നമുക്ക് വിശ്വസിക്കാവുന്ന ആരും ഉണ്ടാവില്ല നമുക്ക് ചുറ്റും. ചിലപ്പോൾ ഇത് പറഞ്ഞാൽ ആളെങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ആൾ മറ്റൊരാളടുത്ത് പറയും, അങ്ങനെ പല വിഷമങ്ങളും ഒരു പേടിയൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും കൗൺസിലിംഗ്, ഒരുപാട് കൗൺസിലിംഗ് സെന്ററുകളുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട്. അവരടുത്ത് പോയി പ്രശ്നം പറയാം, അവർ നല്ല പരിഹാര മാർഗം പറഞ്ഞു തരും. നിലവിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിഷാദരോഗം കണ്ടെത്താനുള്ള പരിശീലനം കിട്ടിയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഉണ്ട്. അവർ വിദഗ്ധ സേവനങ്ങൾക്കും പരിശോധനയുമായി മാനസികാരോഗ്യ വിദഗ്ധരെ അടുത്തേക്ക് അയക്കാറുണ്ട്. ആദ്യ പരിശോധനകളിൽ രോഗനിർണയം ഒരു സൈക്കാട്രിസ്റ്റ് നടത്തുന്നതാണ് ഉത്തമം. കാരണം മുൻപ് പറഞ്ഞതുപോലെ പല ശാരീരിക രോഗാവസ്ഥകളും വിഷാദ ലക്ഷണങ്ങളോട് കൂടി പ്രത്യക്ഷപ്പെടാം. അത് ആദ്യമേ തന്നെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഉറക്കക്കുറവ്, ഭക്ഷണം കഴിക്കണമെന്ന് തോന്നില്ല, ഭക്ഷണം വേണ്ടെന്ന് തോന്നില്ല, അതിപ്പോൾ വിഷാദ രോഗത്തിൻ്റെത് മാത്രം ആയിരിക്കണമെന്നില്ല, അത് മറ്റ് പലതിൻ്റെ ആയിരിക്കാം. പക്ഷെ വിഷാദ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇതുകൂടി എന്ന് കരുതി ഇതുള്ളവർ വിഷാദ രോഗമാണെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അപ്പോൾ കണ്ടെത്തുക, അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ സൈക്കാട്രിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യമെങ്കിൽ മനഃശാസ്ത്ര ചികിത്സകരുടെ സഹായവും തേടാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു ചികിത്സ എന്തൊക്കെ തരം ചികിത്സകളായിരിക്കാം ഇതിന് കിട്ടുന്നത്? ആന്റി ഡിപ്രസന്റ് ഗണത്തിൽപ്പെടുന്ന മരുന്നുകളാണ് പ്രധാനമായിട്ട് ചികിത്സാ മാർഗം. ഈ വിഭാഗത്തിൽപ്പെടുന്ന പുതിയ മരുന്നുകൾ ആളുകൾ വളരെ സുരക്ഷിതവും അതുപോലെ തന്നെ പ്രയോജനകരവുമാണ്. ഓരോ വ്യക്തിയുടെയും രോഗലക്ഷണങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഈ ഗണത്തിൽ മരുന്ന് ഡോക്ടർ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ അന്തർദേശീയ മാർഗനിർദ്ദേശങ്ങളും മോഡറേറ്റ് ടു സിവിയർ വിഷാദത്തിന് മരുന്ന് ചികിത്സയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഡോക്ടറെ കാണുക, അതായത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, മനസ്സിന്റെ ഡോക്ടറിനെ കാണുക, പുള്ളി പറഞ്ഞു തരും, നമ്മുടെ വിഷമങ്ങളൊക്കെ പറയും, ആൾക്ക് മനസ്സിലാകും. അതിനാണല്ലോ ഇപ്പോൾ ഒരു മുറിവ് വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോകും, ഒരു പനി വന്ന ആശുപത്രിയിൽ പോകും. അത് ശരീരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകുന്നത് പോലെ തന്നെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും മുറിവുകൾക്കും ഡോക്ടറെ സമീപിക്കാവുന്നതാണ്. ഡോക്ടർ മരുന്നുമായിട്ട് കാത്തിരിപ്പുണ്ട്. അത് ശരീരത്തിൽ എന്തെങ്കിലും വന്നാൽ മാത്രം ഡോക്ടറെ കണ്ടാൽ മതി എന്ന ചിന്ത വെടിയുക. മനസ്സിന് വന്നാൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണുക. അപ്പോൾ ഡോക്ടർ നമ്മളെ സഹായിക്കും. മരുന്ന്, അതായത് ഈ മനസ്സിന്റെ അസുഖങ്ങൾക്ക് മരുന്നുണ്ട്, മാറുന്ന മരുന്നുകളുണ്ട്. അപ്പൊ അത് ഏകദേശം ഒരു 9 മാസം തൊട്ട് 1 വർഷം വരെ ഈ മരുന്നുകൾ നമ്മൾ എടുക്കേണ്ടി വരും. പക്ഷേ ഇത് ഇത്രയും മാസം നമ്മൾ പിന്തുടർന്നാൽ ഈ ഒരു വിഷാദം എന്ന് പറയുന്ന ഒരു അസുഖത്തെ നമുക്ക് പൂർണ്ണമായി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവയ്ക്കൊപ്പം തന്നെ ഈ ചെറു കാലത്തേക്ക് നമുക്ക് ഉറക്കത്തിന് വേണ്ട കുറച്ച് മരുന്നുകളിലൂടെ ഇവർ നൽകാറുണ്ട്. നമുക്ക് മെയിനായിട്ട് ഉറക്കമാണ് വേണ്ടത്. അപ്പോൾ അതില്ലാത്തവർക്ക് ഇവരൊരു മരുന്നൊക്കെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ വിഷാദ രോഗത്തിനുള്ള മരുന്നുകൾ അഡിക്ഷൻ ഉണ്ടാക്കിയോ ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാവുകയോ ഒന്നും ചെയ്യാറില്ല. അത്തരത്തിൽ തെറ്റായി ചിന്തിക്കുന്ന പലരുമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സൈഡ് എഫക്ട്സും ഇതിനില്ല എന്നുള്ളതാണ്. അപ്പോൾ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, അതായത് ടോക്ക് തെറാപ്പി, മനഃശാസ്ത്രജ്ഞ തത്വങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചികിത്സാ രീതികളാണ് ഇവ. അപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇന്റർപേഴ്സണൽ തെറാപ്പി എന്നീ ചികിത്സാ രീതികളോടുകൂടിയാണ് ഇത്തരത്തിലൊരു തെറാപ്പിയൊക്കെ അവർ നടത്തുക. ചെറുതോതിലുള്ള വിഷാദത്തിന് അതിന്റെ ഈ ചികിത്സകളൊക്കെ മതിയാകും. ഗുരുതരമായ വിഷാദ രോഗത്തിന് മരുന്നുകൾക്കൊപ്പം ഇത്തരം ചികിത്സയും കൂടെ നൽകേണ്ടത് പ്രധാനമാണ്. അതവർ നൽകും. കൃത്യമായ പരിശീലനം ലഭിച്ച ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ സഹായത്തോടു കൂടി ഈ ഒരു ചികിത്സ നമുക്ക് തേടാവുന്നതാണ്. അതായത് മറ്റ് ചികിത്സാ രീതികളിലൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് ഇലക്ട്രോ കൺക്ലൂസീവ് തെറാപ്പി എന്നാണ്. അതായത് അനസ്തേഷ്യ നൽകിക്കൊണ്ട് തന്നെ ഒരു ചെറിയ തോതിൽ വൈദ്യുതി തലച്ചോറിലേക്ക് കടത്തിവിട്ട് ഈ തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു രീതിയാണത്. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ചികിത്സയാണെങ്കിലും, കടുത്ത വിഷാദ അവസ്ഥയാണെങ്കിലും ആത്മഹത്യ സാധ്യത കൂടിയ ആളുകളും ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞു വരലും വളരെ വേഗം പ്രയോജനം നൽകുന്ന ഒരു ചികിത്സയാണിത്. പാർശ്വഫലങ്ങൾ വളരെയധികം കുറഞ്ഞ ഈ ചികിത്സ മരുന്നുകളോടുകൂടി തന്നെ നമുക്ക് മരുന്നുകൾ പ്രതികരിക്കാത്തവർക്കും നമുക്ക് ചിലപ്പോൾ പ്രയോജനം നൽകും. തീർച്ചയായിട്ടും.